അച്ഛനും അമ്മയും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഇനി എന്താ ഞാൻ പറയാ? ഈ ജോലി എനിക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പിച്ചതായിരുന്നു അവരെല്ലാവരും. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. ഞാൻ അങ്ങനെയൊന്നും പെരുമാറേണ്ടിയിരുന്നില്ല. നീ എന്തൊക്കെയാ ചെയ്തത് വൈകേ? റാണി മോളതാ വരുന്നു. ഏട്ടാ, അവളെ കണ്ടിട്ട് ഈ ജോലി കിട്ടിയെന്നാ തോന്നുന്നേ. മോളെ, എന്തായി മോളെ പോയ കാര്യം? അത് ഞാൻ... എന്താടി കിറുക്കി പെണ്ണെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അപ്പച്ചി, അത് പിന്നെ ഞാൻ... എന്താടി പെണ്ണെ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ? നിനക്ക് ആ ജോലി കിട്ടിയില്ലേ? പിന്നെ ആ സ്വർണ്ണ തളികയിൽ ജോലി വിളമ്പി വെച്ചിട്ടുണ്ടോ? ഇല്ല അപ്പച്ചി, ആ തളിക ഞാൻ എറിഞ്ഞു വെച്ചു. ആ അഹങ്കാരിയുടെ ജോലി എനിക്ക് വേണ്ട. അല്ലേലും ഈ കുടുംബത്തിന് വേണ്ടി ഉപദ്രവമല്ലാതെ നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? നിനക്കറിയാലോ നിന്റെ അച്ഛന് ജോലിക്ക് പോവാൻ പറ്റില്ല എന്ന് 2 ബ്ലോക്ക് കഴിഞ്ഞിരിക്കുകയാ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ പറയുന്നത് എന്താ ആരും കേൾക്കാത്തെ? അത് സാരമില്ല മോളെ, ജോലിയില്ലേ, അതിനി വേറെയും വരും. എന്നാലും ഈ ജോലിയും പോയി എന്ന് വെച്ചാ ഇതുവരെ തപ്പി നടന്നൊരു ജോലി കിട്ടിയതായിരുന്നു. ഇനി എവിടുന്ന് കിട്ടാനാ? അയാളൊരു അഹങ്കാരി അമ്മേ. എന്നെ കൊണ്ടാവില്ല അയാളെ കീഴിൽ ജോലി ചെയ്യാൻ. അയാളെ ആ വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ MD-യാ. നീയോ? പിന്നെ എല്ലാവരും കൂടെ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്തെങ്കിലും കാര്യമില്ലാതെ അവളൊന്നും ചെയ്യില്ല. വൈകമോളെ, നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നേ? എന്താ അവിടെ സംഭവിച്ചേ? ചേച്ചി, അയാളൊരു അഹങ്കാരിയാ. ഞാൻ അയാളോട് മാപ്പ് വരെ പറഞ്ഞു. പക്ഷേ അയാൾ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തുടങ്ങിയ ഗമയാണ്. ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ കൃഷ്ണ, ഇവക്കിനി എന്നാണാവോ വിവരം വെക്കുക? ആ സിദ്ധാർത്ഥ മേനോന്റെ ദേഷ്യം സമ്പാദിച്ചിട്ട് പിന്നെ എനിക്ക് ഈ നാട്ടിൽ ആരാ ജോലി തരുന്നേ? നമ്മുടെ കുടുംബം വഴിയാധാരമായി പോകും. അപ്പച്ചി പേടിക്കണ്ട, ഞാൻ അധ്വാനിച്ച് നിങ്ങളെ നോക്കും. അല്ലാതെ ആരുടെ മുന്നിലും തല കുളിക്കാൻ എനിക്ക് പറ്റില്ല. സാരമില്ല മോളെ, ദൈവം നമുക്കൊന്ന് കരുതിയിട്ടുണ്ടാകും. സോറി ചേച്ചി. എന്നാലും ആ വൈക, അവൾക്ക് ഇത്ര ധൈര്യോ എന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കാൻ? ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത് ഞാനാണ് ഇവിടുത്തെ ഡോൺ എന്നാണ്. ഇവിടെ ഒരു പീറ പെണ്ണ് കാരണം എന്റെ ഉറക്കം പോയി. എനിക്ക് അവളോട് ഇതിന് പ്രതികാരം ചെയ്യണം. ഈ സിദ്ധാർത്ഥ മേനോൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. മിസ്റ്റർ വർമ്മ, നിങ്ങൾ എവിടെയാണ്? ഇപ്പോൾ തന്നെ ആ വൈകിയെ വിളിച്ച് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറയണം. ബട്ട് സാർ അവർ പറഞ്ഞു വിട്ടതല്ലേ, ഇനിയും... ഡു വാട്ട് ഐ സേ. നിങ്ങൾ ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി. ആളെ തന്നെ അവൾ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ശരി ശരി സർ. പിന്നെ അവൾക്ക് ഡബിൾ സാലറി ഓഫർ ചെയ്യും. നാളെ അവൾ ഈ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. ഷുവർ സർ, ഷുവർ. മുന്ന, നീ ആരോടാ ഇത്ര കയർത്ത് സംസാരിക്കുന്നേ? നിന്റെ ഈ മൊരണ്ട സ്വഭാവം നീ ഇപ്പോഴും മാറ്റിയില്ലടാ. ഓ മൈ ഗോഡ്, ചേച്ചിയായിരുന്നോ? എന്തേ, നീ പേടിച്ചു പോയടാ? ചേച്ചി എന്താ ഈ നേരത്ത് ഉറങ്ങിയില്ലേ? ഇല്ലടാ, ചേട്ടൻ വിളിച്ചിട്ടില്ല. ഞാൻ കുറെ നേരമായി കാത്തു നിൽക്കായിരുന്നു. അപ്പോഴാ നിന്റെ റൂമിൽ നിന്ന് സൗണ്ട് കേട്ടെ, അതാ ഇങ്ങോട്ട് പോന്നേ. ചേച്ചി ഇവിടെ ഇരിക്കേ. നമ്മുടെ അച്ഛനും അമ്മയും പോകുമ്പോ അതെ നീ ഇത്രേ ഉള്ളായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ തന്നിട്ടാ അവര് പോയേ. ഇപ്പൊ എന്റെ മുന്ന നീ വലിയ ആളായി. നിനക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഓർമ്മയുണ്ടോടാ? എനിക്ക് അവരാലോചിക്കുമ്പോ കരച്ചിൽ വരിക. ചേച്ചി വെറുതെ മൂട് കളയില്ലേ. ചേച്ചിക്ക് എന്നും ഇതേ പറയാനുള്ളൂ. ഇത് ശരി, എന്നോട് നല്ല ബോൾഡ് ആയിരിക്കണം എന്ന് പറയുന്ന ചേച്ചിയാണോ ഇപ്പൊ കരയുന്നേ? അത് പിന്നെ അച്ഛന്റെ അമ്മയുടെ വർത്താനം പറഞ്ഞാൽ പിന്നെ എനിക്ക് കരച്ചിൽ വരും. നീ ഒരു കാര്യം മറന്നോ? നാളെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മ ദിവസാ. എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി, ഞാൻ മറന്നിട്ടില്ല. നമുക്ക് നാളെ ഒന്ന് അമ്പലത്തിൽ പോണം. അയ്യോ, നാളെ എനിക്ക് ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചേച്ചിയാ പറയുന്നേ, നിന്റെ മീറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചോ. യാതൊക്കെ എന്റെ കൂടെ നാളെ അമ്പലത്തിൽ വന്നോ, കേട്ടല്ലോ? പിന്നെ നിന്റെ ഒരു ബിസിനസ് ഒന്ന് പോടച്ചക്ക. ആ ശരി, ഞാൻ നാളെ പറഞ്ഞേ ഏൽപ്പിച്ചോളാം. തിരക്കുകളൊന്നും മാറ്റി വെക്കണ്ട. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നിനക്ക് ഓഫീസിലോട്ട് പോകാന്നേ. എന്റെ പൊന്നു മോനെ, ഏത് നേരത്തെ ഈ മുഖം ഇങ്ങനെ കയറ്റി വെക്കാതെ ഒന്ന് ചിരിച്ചൂടെ നിനക്ക്? ചിരിച്ച നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നാ. ഒന്ന് പോ ചേച്ചി. എന്തിനാ മുന്നേ നീ ഇത്ര കർക്കശക്കാരനായി നിൽക്കുന്നേ? എല്ലാവർക്കും നിന്നെ കുറിച്ച് പരാതികൾ മാത്രമേ ഉള്ളൂ. ചേച്ചിക്കല്ലേ അറിയൂ എന്റെ മുന്നേ ഒരു പാവാണെന്ന്. ചേച്ചി എന്നെ അധികം കൊഞ്ചിച്ച് ചേച്ചിയുടെ പെറ്റാക്കല്ലേ. അനേ സിദ്ധാർത്ഥ മേനോനാ, സിദ്ധാർത്ഥ മേനോൻ ഗ്രൂപ്പിന്റെ MD-യാ, മറന്നോ? ശരി ശരി, നീ നിന്റെ ഗമ വിടണ്ട. എന്താ ഫ്രഷ് ആയിട്ടൊന്നുമില്ലേ? വേഗം ഫ്രഷ് ആയിട്ട് വാ. ചേച്ചി ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി ഞാൻ എടുത്ത് കഴിച്ചോളാം. മുത്തശ്ശി എവിടെ, ഉറങ്ങിയോ? മുത്തശ്ശി നിന്നോട് പിണങ്ങിട്ടിരിക്കാ. അയ്യോ അതെന്തിനെ? ഓഫീസിൽ നിന്ന് വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയില്ലേ? അയ്യോ ഞാനതൊന്ന് മറന്നുപോയി. മുത്തശ്ശി തേൻമിഠായി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, അതായിരിക്കും. പൊന്നു ചേച്ചി, ഞാൻ ഈ ഓഫീസ് സ്റ്റാഫിന്റെ ഇടയിലേക്ക് വെച്ചിട്ട് എങ്ങനെ തേൻമിഠായിക്ക് വാങ്ങിക്കുന്നേ? അതൊന്നും മുത്തശ്ശിക്ക് അറിയേണ്ട കാര്യമില്ല. മുത്തശ്ശിയുടെ അടുത്തൊന്ന് പോയി നോക്ക്. ശരി. വൈകേ, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ലാന്ന് നീ കള്ളം പറയുന്നതാ. എന്താ കാര്യം? പിന്നെ ചേച്ചി, ആ MD ഇല്ലേ, അയാളൊരു
ഹിറ്റ്ലർ മാധവൻ കുട്ടിയാ? ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ അയാളൊരു ദേഷ്യക്കാരനാ, എന്ത് പറഞ്ഞാലും അപ്പം എടുത്തു ചാടും. അയാളെ വരച്ച വരയിൽ എന്നെ നിർത്താൻ പറ്റുമെന്ന് നോക്കിയതാ, പക്ഷെ ഈ വൈകേണ്ട അതിന് സമ്മതിക്കുന്നു. ഞാൻ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നവളല്ല ഞാനെന്നേ അയാൾക്ക് മനസ്സിലായി കാണും. ആ കല്ലയിൽ ഒരു എല്ല് കൂടുതലായിരുന്നു, അതങ്ങ് കുറഞ്ഞു കിട്ടി. എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടാത്തത് തന്നെ നല്ലത്. ചേച്ചി എന്താ പറ? എനിക്ക് ജോലി കിട്ടാത്തതുകൊണ്ട് എല്ലാവർക്കും വിഷമമുണ്ടല്ലേ? ചേച്ചിക്കോ? അത് ശരി, എനിക്കെന്തിനാ വിഷമം? നിനക്കിഷ്ടമുള്ള ജോലിക്കല്ല നീ പോവുക, അതിന് നിന്നെ ഇവിടെ ആരും നിർബന്ധിക്കില്ല. പറഞ്ഞത് ശരിയാ, ആരുടെ മുന്നിൽ അടിയറവ് വെച്ച് ജോലി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ചേച്ചിക്കുട്ടിക്ക് എന്നെ മനസ്സിലാവും, എനിക്കറിയാം. അപ്പച്ചിക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടല്ലേ ചേച്ചി? ചേച്ചിക്ക് നിന്നോട് എന്ത് ദേഷ്യാ? നിനക്കറിയാലോ അപ്പച്ചിയുടെ സ്വഭാവം. എനിക്ക് ശരി തന്നെ, പക്ഷെ എന്നാലും ഇല്ല. നീയേ മിണ്ടാതെ കിടക്കാൻ നോക്ക്. ഓക്കെ, നാളെ രാവിലെ അമ്പലത്തിൽ പോണ്ടേ? ആ, അതെടുക്കണ്ട, അത് ചിലപ്പോഴേ ആ നിത്യയായിരിക്കും. നിത്യയോ? അവൾ എന്തിനാ വിളിക്കുന്നേ? അത് പിന്നെ ചേച്ചി, ഞാൻ SM ഗ്രൂപ്പിലേക്ക് ഇന്റർവ്യൂവിന് പോവാന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അപ്പോഴേ അവൾ എന്നോട് പറഞ്ഞു നിനക്ക് അവിടെ ജോലി കിട്ടില്ലാന്ന്. എന്നിട്ട് ഞാൻ ഈ ജോലി എന്തായാലും എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞതായിരുന്നു. അത് ശരി, അപ്പൊ അതാണ് കാര്യം. അത് തന്നെയാ കാര്യം. എന്തേ? അപ്പൊ നീ എന്തിനാ അവളോട് വലിയ മുഗ് പറയാൻ പോയേ? അത് പിന്നെ അയാൾ ഇത്ര മുരടാനെന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. അവള് ഒരു തവണ അവിടെ ജോലിക്ക് ശ്രമിച്ചതാ, അവൾക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ഫോൺ എടുത്തിട്ട് പറയാം. ചേച്ചി, ഞാനാ പറഞ്ഞ ഫോൺ എടുക്കണ്ട, അവളിവിടെ നടിക്കുന്നത് കണ്ടില്ലേടി? നിങ്ങൾ തന്നേക്ക്, ഞാൻ എടുത്തോളാം. നിത്യയുടെ നമ്പർ അല്ലല്ലോ, പിന്നെ ആരാ ഈ സമയത്ത് വിളിക്കാൻ? അവള് തന്നെ ആയിരിക്കും നമ്പർ മാറ്റി വിളിക്കുന്നതാവും. ഹലോ, ആരാ ഇത്? നിനക്കൊന്നും വേറെ പണിയില്ലേ? ഹലോ മിസ് വൈഗ. സോറി, ആരാണ്? ഹലോ മിസ് വൈഗ, ഞാൻ SM ഗ്രൂപ്പിൽ നിന്ന് മാനേജർ വർമ്മയാണ് സംസാരിക്കുന്നത്. വർമ്മ സാറോ? എന്താ സാറേ? നിങ്ങളോട് MD നാളെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോലിക്കോ? ഇത് MD സിദ്ധാർത്ഥ് മേനോൻ, അദ്ദേഹത്തെ അറിയില്ല നിങ്ങൾക്ക്? അയാൾ എന്നെ ജോലിക്ക് എടുക്കില്ല എന്ന് പറഞ്ഞതാണല്ലോ. എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് തന്നെ തന്നു. ഈ ജോലി എനിക്കില്ല എന്നും പറഞ്ഞതാണ്. ഇതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളോട് നാളെ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങളുടെ സാലറി ഡബിൾ ആക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഒന്നും റിപ്ലൈ തരാത്തത്? സോറി, എനിക്ക് താല്പര്യമില്ല. വൈഗ, നിങ്ങൾ മുൻവൈരാഗ്യം കാണിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അവസരമാണിത്. അല്ലെങ്കിൽ 1 ലക്ഷം സാലറി മാസം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് എത്രയോ വലിയ തുകയാണ്. അഡ്വാൻസ് ആയിട്ട് 50K നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് ആകും. നിങ്ങൾ ഒന്നുകൂടെ നല്ലോണം ആലോചിച്ച് നോക്കൂ. 1 ലക്ഷമോ? 1 lakh സാലറിയോ? അതെ, അത് തന്നെയല്ല നിങ്ങളോട് ഞാൻ സംസാരിച്ചേ. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവസരം നിങ്ങൾ പാഴാക്കില്ല എന്ന് കരുതുന്നു. ശരി, ഞാൻ നിങ്ങളെ വിളിക്കാം. നീ എന്നെ ഒന്ന് നുള്ളിക്കേ. ഞാൻ കേട്ടതൊക്കെ സത്യം തന്നെയാണോ? അത് തന്നെ ചേച്ചി, എനിക്ക് സംശയം. ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ സ്വഭാവം ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറി? ഞാൻ ഓക്കെ പറഞ്ഞ ഇതെനിക്ക് വലിയ പണിയാവൂ. അയാളിനി എനിക്കിട്ട് വല്ല മുട്ടൻ പണിയും വെച്ചതായിരിക്കോ ചേച്ചി? നിന്റെ സ്വഭാവം വെച്ച് ചിലപ്പോ അങ്ങനെ ആവാനും വഴിയുണ്ട്. പോയേ ചേച്ചി. ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചപ്പോ അങ്ങനെയൊന്നും ആവില്ല മോളെ. ചിലപ്പോ ദൈവം നമുക്ക് കാണിച്ചു തന്ന വഴിയായിരിക്കും ഇത്. വന്നു കയറിയ മഹാലക്ഷ്മിയെ തള്ളിക്കളയല്ലേ. എന്നാലും ചേച്ചി, എനിക്കെന്തോ ഒന്നും പറയണ്ട. ഞാനേ അച്ഛനോട് അമ്മയോട് അപ്പച്ചോടൊക്കെ പോയി പറയട്ടെ. അവർക്കൊക്കെ ഇത് കേട്ട വലിയ സന്തോഷമാകും. മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോൻ, നിങ്ങൾ എന്ത് കളിയാണ് കളിക്കുന്നത്? എന്നെ തോൽപ്പിക്കാനാണോ അതോ ശരിക്കും ജോലിക്കാണോ? എന്തായാലും ഞാൻ വരും നിന്റെ കണ്ണു തുറപ്പിക്കാൻ. എന്റെ ഉദ്ദേശം എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല.